ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ അനുമോളെ തകർക്കാൻ വേണ്ടിയുള്ള നല്ല ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം പുതിയൊരു അലിഗേഷൻ വന്നിരിക്കുകയാണ്. അതായത് പ്രവീണായിട്ടുള്ളൊരു കോംബോ അവൾ പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു. അതിനു വേണ്ടിയുള്ള ഗൂഢാലോചനകളൊക്കെ ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ശൈത്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫുള്ള് നാടകമാണോ എന്നുള്ള രീതിയിൽ ഷാനവാസ് ചോദിക്കുന്നുണ്ട്. അതെ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ നൂറയും പറയുന്നുണ്ട് എനിക്കും അങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. റബ്ബേ എന്തൊക്കെയാണ് അതൊക്കെ നടക്കുന്നത്, ഇവളുടെയൊക്കെ കൂടെ എങ്ങനെ വിശ്വസിച്ച് നമുക്ക് നടക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ അനുമോളെ പറ്റി പറയുകയാണ്. എനിക്കിനി അറിയില്ല, ഞാൻ എന്തായാലും ഒരു കയ്യകലവേ ഇനി അനുമോളടുത്ത് കാണിക്കൂ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇവരിതെല്ലാം പറയുകയും ചെയ്യും. തൊട്ടപ്പുറം മാറിയിരിക്കുമ്പോഴത്തേക്ക് ആ അനുമോളെ എന്ന് പറഞ്ഞങ്ങ് ചെല്ലുകയും ചെയ്യും. ഒരു സ്റ്റാൻഡില്ലാത്ത ആൾക്കാരാണ്, കുറ്റം പറയുക എന്നത് മാത്രമാണുള്ളത്. അപ്പോൾ എന്തായാലും പറയുന്ന കാര്യം ഇതാണ്. ഇവർ കഴിഞ്ഞ ഒരിടയ്ക്ക്, അതായത് പ്രേമനായിട്ട് രാത്രി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ എല്ലാ ക്യാമറയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് എന്തായാലും ഒരു കോംബോ പിടിക്കാം, ലവ് ട്രാക്ക് പിടിച്ചതിന് ശേഷം നമുക്കത് പുറത്തോട്ടങ്ങ് കത്തിക്കാം എന്നുള്ള രീതിയിൽ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ശൈത്യ പറയുകയാണ്. ഇത് ഞാൻ കണ്ടതല്ല, പ്രവീൺ എന്നോട് വന്ന് പറഞ്ഞതാണ് എന്നുള്ള രീതിയിലൊരു വലിയൊരു അലിഗേഷൻ പോലെ സംസാരിക്കുകയാണ്. അതിപ്പോൾ ഒരു ട്രാക്ക് പിടിക്കാൻ രണ്ടുപേർ സമ്മതിച്ചു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പമിരിക്കുന്നത്. അപ്പോൾ അതിനെ ഒരു വേറൊരു രീതിയിലോട്ട് ഷാനവാസിൻ്റെ അടുത്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഷാനവാസ് ആണെങ്കിൽ അത് വേറൊരു രീതിയിൽ മനസ്സിലാക്കുന്നു. ഓ കൊള്ളി നാടകക്കാരി എന്നുള്ള രീതിയിലൊക്കെ മനസ്സിലാക്കി എടുക്കുകയാണ്. ഇപ്പോൾ ലവ് ട്രാക്ക് അതൊക്കെ പിടിക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റിലുള്ളത്? രണ്ടുപേരും പരസ്പരം ആലോചിച്ച് ചെയ്യുന്നതല്ലേ. അപ്പോൾ അതിനെയൊക്കെ എന്താണ് ഇത്ര മോശം പറയാനുള്ളത്? അപ്പം ഇതൊരു വേറൊരു ആംഗിളിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്ന നമ്മുടെ കണ്ടസ്റ്റൻസിനെയാണ് നമുക്കിപ്പോൾ ലൈവിൽ കാണാനായിട്ട് സാധിക്കുന്നത്.